നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് യാഗി അല്ലെങ്കിൽ ഒമിനി ആൻറ്റിനകളെ കുറിച്ചാണ്. എന്താണ് യാഗി ആൻറ്റിന അല്ലെങ്കിൽ എന്താണ് ഒമിനി ആൻറ്റിന? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത്തരം ആൻറ്റിനകളെ കുറിച്ചിട്ട്. ഇത്തരം ആൻറ്റിനകൾ വേറൊന്നുമല്ല, ഇതൊരു എക്സ്റ്റേണൽ ആൻറ്റിനയാണ്. അതായത് വീടിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഒരു ആൻറ്റിനയാണ്. വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ ഒരു സിഗ്നൽ പിടിച്ചെടുത്ത് നമുക്ക് വീടിനകത്തിരിക്കുന്ന ഡിവൈസുകളിലോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒന്നാണ് ഈ ഇത്തരം എക്സ്റ്റേണൽ ആൻറ്റിനകൾ. അതാണ് ഒമിനി ആൻറ്റിന അല്ലെങ്കിൽ യാഗി ആൻറ്റിന എന്ന് പറയുന്നത്. ഇത്തരം ആൻറ്റിനകൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് FM റേഡിയോ അല്ലെങ്കിൽ വാക്കി ടോക്കി അല്ലെങ്കിൽ വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതുപോലെ കോഡ്ലെസ് ഫോൺ, GPS, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു യാഗി ഒമിനി ആൻറ്റിനകൾ ഉപകാരപ്പെടാറുണ്ട്. നമ്മളിവിടെ നോക്കുന്നത് ഇതൊരു ബ്രോഡ്ബാൻഡ് മോഡത്തിൽ, അതായത് ഒരു സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു മോഡം, അതായത് സിം ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റൗട്ടറിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, അതായത് എങ്ങനെ ഇത് സഹായിക്കുന്നു. അതായത് ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മോഡങ്ങൾ ഉപയോഗിക്കുന്നവരെ പ്രധാന കാരണമാണ് ഈ ഒരു ഇൻഡോറിൽ, അതായത് അകത്ത് റേഞ്ച് ഇല്ലാണ്ട് വരിക എന്നുള്ളത് അവർക്ക് പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒന്നാണ്. സോ അതിനെ എങ്ങനെ ഇത്തരം ആൻറ്റിനകൾ കൊണ്ട് നമുക്കത് പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യമായി യാഗി ആൻറ്റിന എക്സ്റ്റേണൽ ആൻറ്റിന തന്നെയാണ്. യാഗി ആയാലും ഒമിനി ആയാലും ഈ യാഗി ആൻറ്റിന നമുക്കെല്ലാം പരിചയം ഉണ്ടാവും. അതുതന്നെ നമുക്ക് വളരെ മുൻകാലങ്ങളിൽ തന്നെ TV റിസപ്ഷൻ്റെ, അതായത് TVക്ക് ഒരു ചാനൽ കിട്ടാനായിട്ടും അത്തരത്തിൽ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു യാഗി ആൻറ്റിന ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിലുള്ളൊരു യാഗി ആൻറ്റിന ഉപയോഗിച്ചിരുന്നു. യാഗി ആൻറ്റിനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ഏത് ഡയറക്ഷനിലാണോ, അതായത് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു യാഗി ആൻറ്റിന വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വയ്ക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ് നമുക്കത്, അതായത് ഇപ്പോൾ ഒരു സിം, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ആൻറ്റിനയിൽ നിന്നും നമുക്കൊരു കണക്ടിവിറ്റി, അതായത് അവിടെ നിന്ന് ഒരു കോയാക്സൽ കേബിൾ അല്ലെങ്കിൽ ഒരു കേബിൾ വഴി നമുക്ക് വീടിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു മോഡത്തിലേക്ക് ആ ഒരു കണക്ടിവിറ്റി നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. അതായത് യാഗി ആൻറ്റിനെ പിടിച്ചെടുക്കുന്ന സിഗ്നൽ ആ ഒരു മോഡത്തിൽ എത്തിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മളുടെ യാഗി ആൻറ്റിന സിഗ്നൽ പിടിച്ചെടുക്കുന്നത്. സോ നമുക്കിത് എവിടെയാണോ ഇതിൻ്റെ ടവർ ഇരിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സിമ്മിട്ടാണ് ഈ മോഡം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അതായത് സിമ്മിട്ട് പ്രവർത്തിക്കുന്ന റൗട്ടറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഇതിനകത്ത് എവിടെയാണോ ഈ ഒരു സിമ്മ്, ഇപ്പോൾ നമുക്ക് ജിയോൻ്റെ ആയാലും എയർടെലിൻ്റെ ആയാലും അല്ലെങ്കിൽ ഐഡിയയുടെ എന്തിൻ്റെ ആയാലും ആ ഒരു ടവർ ഇരിക്കുന്നത്, അതായത് ഇത്തരം സർവീസ് പ്രൊവൈഡറിൻ്റെ ആ ഒരു ടവർ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ വേണം യാഗി ആൻറ്റിന തിരിച്ചു വയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് അവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു സിഗ്നൽ പിടിക്കുകയും ഈ ഒരു മോഡത്തിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അതിനുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിലും കുറച്ചധികം ദൂരെ ഈ യാഗി ആൻറ്റിനയുടെ സിഗ്നൽ സഞ്ചരിക്കുക, അതായത് ഇത്തിരി അകലെയുള്ള ടവറിൽ നിന്നാണെങ്കിൽ പോലും ഒരു 3, 4, 5 കിലോമീറ്ററൊക്കെ പറയുന്നതിലും അത്യാവശ്യം ഒരു 3 കിലോമീറ്ററൊക്കെ ഫ്രീക്വൻസിയിൽ പോലും ഈ ഒരു യാഗി ആൻറ്റിനയ്ക്ക് അതിൻ്റെ ഒരു ടവറിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കാനും അത് നമുക്ക് ഈ മോഡങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ പിടിച്ചെടുത്ത് ഈ മോഡങ്ങൾ വർക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു യാഗി ആൻറ്റിന എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ഡയറക്ഷൻ, ഒരു നീളത്തിലുള്ള ആ ഒരു പടത്തിൽ കാണുന്ന പോലെ ആ ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ വേണം നമുക്ക് യാഗി ആൻറ്റിന സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇനിയുള്ളതാണ് ഒമിനി ആൻറ്റിന പ്രത്യേകത എന്താണ്? ഒമിനി ആൻറ്റിന ഈ യാഗി ആൻറ്റിന പോലെയല്ല. ഈ ഒമിനി ആൻറ്റിനയ്ക്ക് നമുക്ക് ജസ്റ്റ് അത് ഫിറ്റ് ചെയ്താൽ മതി. അതായത് എവിടെയാണോ നമ്മളത് പുറത്ത് വയ്ക്കുന്നത് അവിടെ നിന്ന് ഫിറ്റ് ചെയ്താൽ മതി. അതൊരു 360 ആംഗിളിൽ സിഗ്നൽ പിടിക്കുന്ന ഒന്നാണ്. അതായത് വളരെ നമുക്കത്രയും എന്താ പറയുക, ആ ഒരു ടവറിൻ്റെ ഡയറക്ഷനിൽ കറക്റ്റായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കത് 360 ആംഗിൾ, അതായത് ടവർ എവിടെയാണോ അവിടെ നിന്നൊക്കെ ഇതിന് സിഗ്നൽ പിടിക്കാനായിട്ട് സാധിക്കും. സോ നമുക്കൊരു യാഗി ആൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സിഗ്നൽ കപ്പാസിറ്റി, റിസപ്ഷൻ കുറവാണ്. എന്നിരുന്നാലും ഇത് ഏത് ദിശയിൽ നിന്നും ഈ പിടിക്കുന്നതുകൊണ്ട് തന്നെ പല ടവറുകളിൽ നിന്നും മാറിയാണെങ്കിലും ഇത് റേഞ്ച് പിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു പട്ടണ പ്രദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ അത്യാവശ്യം ടവറുകളൊക്കെ എല്ലായിടത്തുള്ള ഒരു സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഒമിനി ആൻറ്റിന തന്നെയാണ് നല്ലത്. കാരണം അത് ഒന്നിലധികം ടവറിൽ നിന്നൊക്കെ ആ ഒരു റേഞ്ച് പിടിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സിം മാത്രമല്ല, നമ്മൾ വേറെ സിം ഇട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഇതായിരിക്കും നല്ലത്. അതായത് ഈ ഒരു ഒമിനി ആൻറ്റിന ആയിരിക്കും നല്ലത്. കാരണം അത് വ്യത്യസ്ത ടവറുകളിൽ നിന്ന് സിഗ്നൽ പിടിച്ച് നമുക്ക് ആ ഒരു സിഗ്നൽ ഈ ഒരു റൗട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഒമിനി ആൻറ്റിനയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ ഒമിനി ആൻറ്റിനകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ചെറിയ ആൻറ്റിനകളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ FM റേഡിയോൻ്റെ കാര്യങ്ങളുണ്ട്, വാക്കി ടോക്കിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെറിയ ഒമിനി ആൻറ്റിനേഴ്സ് എല്ലാത്തിലും കാണാവുന്നതാണ്. സോ നമ്മൾ ഇവിടെ പറയുന്നത് വലിയൊരു എക്സ്റ്റേണൽ ആൻറ്റിനയാണ്, പുറത്ത് വയ്ക്കുന്ന ഒരു വലിയൊരു ആൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റൗട്ടറിനെല്ലാം ഈ ഒരു ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഈ രണ്ട് തരം ആൻറ്റിനകൾ നമ്മളിവിടെ എന്ന് പറഞ്ഞത് യാഗി ആൻറ്റിനയും ഒമിനി ആൻറ്റിനയും. അപ്പോൾ യാഗി ആൻറ്റിനയും
ഒമിനി ആൻറ്റിനയുടെയും ഒരു പ്രത്യേകത ഈ ഒരു പറഞ്ഞതാണ്. ഒന്ന്, സ്ട്രെയിറ്റ് ഡയറക്ഷനിലും പോകുന്നു. രണ്ട്, ഏത് ഡയറക്ഷനിലാണോ അവിടെയെല്ലാം നമുക്കൊരു സിഗ്നൽ കിട്ടും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒമിനി ആൻറ്റിന നമുക്കിപ്പോൾ പട്ടണത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ ഒമിനി ആൻറ്റിന ആയിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. അതുപോലെ തന്നെ യാഗി ആൻറ്റിന റൂറൽ ഏരിയയിൽ എത്തിയിട്ട് അകത്തോട്ട് ഉള്ളിലോട്ടൊക്കെ പോയിട്ടുള്ളത് ടവറുകളൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു യാഗി ആൻറ്റിന ആയിരിക്കും വളരെ ഉപകാരപ്പെടുന്നത്. പിന്നെ അടുത്തതായിട്ട് എല്ലാവർക്കുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ്, ഇതിപ്പോൾ നമുക്കൊരു സിം റൂട്ടർ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട്, ഇതുപോലത്തെ ഒരു റൂട്ടർ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിനയിൽ നിന്ന് വരുന്ന ഈ ഒരു കോയാക്സിൽ കേബിൾ അല്ലെങ്കിൽ ഈ ഒരു കേബിൾ എങ്ങനെയും ഇത് കണക്ട് ചെയ്യാൻ വേറൊരു മാർഗ്ഗമില്ല. പക്ഷേ അങ്ങനെയല്ല. ഇതായത് നമ്മുടെ ആ ഒരു റൗട്ടറിൻ്റെ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇത്തരത്തിൽ ഈ സിമ്മിട്ട് പ്രവർത്തിക്കുന്ന റൗട്ടറുകളെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു ഏരിയയിൽ, അതായത് ആ ഒരു ആൻറ്റിന ഇരിക്കുന്ന ആ ഭാഗം നമുക്ക് അഴിച്ചെടുക്കാനും, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതേ സ്ഥലത്ത് നമുക്കൊരു കേബിൾ നമുക്കത് കണക്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് പോലെ വെക്കുന്ന പോലെ നമുക്കത് ടൈറ്റ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. അപ്പോൾ അതുവഴി തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. അതായത് ആ ഒരു കറക്റ്റായിട്ട് തന്നെ ആ ഒരു കണക്ഷനായിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് ആ ഒരു ആൻറ്റിന വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് രണ്ട് ആൻറ്റിനകൾ ഉണ്ടാവും ഇതിനകത്ത്. ഒരു ഓക്സ് ആൻറ്റിന ഉണ്ടാവും, ഒരു മെയിൻ ആൻറ്റിന ഉണ്ടാവും. അതിനകത്ത് നമ്മളുടെ ഇതിനകത്ത് റൈറ്റിലായിട്ട് കാണുന്നത്, അതായത് വലതുവശത്തായിട്ട് കാണുന്ന ആ ഒരു ആൻറ്റിന വേണം നമ്മൾ അഴിച്ചെടുത്തിട്ട് അവിടെ വേണം ഈ ഒരു കേബിൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് തന്നെ ആ ഒരു റേഞ്ച് കൂടും. സിഗ്നൽ കൂടുമ്പോൾ അറിയാം ഓട്ടോമാറ്റിക്കലി നമുക്കതിൻ്റെ സ്പീഡും കൂടും. നമുക്ക് ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടുന്നതിൻ്റെ ആ സ്പീഡും ആ ഒരു സിം ഉപയോഗിച്ച് കിട്ടുന്ന മോഡത്തിലെ സ്പീഡും കൂടും. സോ ഇത് രണ്ടുമാണ് ഈ ഒരു യാഗി ആൻറ്റിന, ഒമിനി ആൻറ്റിന എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ ആൻറ്റിനയാണ്. ഇത് ആമസോണിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കാണ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ബൈ.